ഗൈസ് അങ്ങനെ ഏകദേശം 10 മണിക്കൂർ എയർപോർട്ടിൽ സ്റ്റക്കായിരുന്നു ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സ്റ്റാൻഡ് ബൈ ആണ്, നമ്മൾ സ്റ്റാഫ് ട്രാവലിലാണ് ട്രാവൽ ചെയ്യുന്നത്. എപ്പോഴും കൺഫേം ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളവർക്കായിരിക്കും പ്രയോറിറ്റി. നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞത് വീക്കെൻഡ് ആയിരുന്നു, പ്ലസ് ക്രിസ്മസും കൂടെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര ബിസി ആയിപ്പോയി എയർപോർട്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചെത്തി വീട്ടിൽ വന്ന് ഗൈസ്. എന്നാലും ഞാൻ എയർപോർട്ടിലുള്ള സ്ട്രഗിൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു, ആക്ച്വലി ഫാമിലി കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ പറ്റിപ്പോയത്. പക്ഷേ എങ്കിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ റെൻ്റ് കാർ റിട്ടേൺ ചെയ്യാൻ വന്നിരിക്കുകയാണ്. റെൻ്റ് കാർ റിട്ടേൺ ചെയ്യുന്ന മെയിനായിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ലൈക്ക് നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ അവർ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയാവും. അതുകൊണ്ട് എല്ലാം പ്രോപ്പർലി പിക്ചേഴ്സൊക്കെ എടുത്ത് വെക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബാക്ക് ടു ടൊറോണ്ടോ പിയേഴ്സൺ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വാൻകൂവറിൽ പോകുക. എനിക്ക് ആക്ച്വലി കാൽഗറി ഇറങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് കാൽഗറി പോകാനുള്ള 2 ഫ്ലൈറ്റ്സ് എനിക്ക് മിസ്സായി, ഓവർ ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയും വാൻകൂവറിൽ ചെന്ന് പറ്റാനാണ് നോക്കുന്നത്. ഏതായാലും ഞാൻ 1 o'clock ഡയറക്റ്റ് വാൻകൂവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓവർ ബുക്ക്ഡ് ആണ്, ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എനിക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ കിയോസ്കിൽ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാം. നമുക്ക് ചെക്ക് ഇൻ പാക്കേജസ് ഒന്നുമില്ല ഗൈസ്, അപ്പോൾ അങ്ങനെ അങ്ങ് സെറ്റാക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഫ്ലൈറ്റിന് ബോർഡിംഗ് ടൈം 12:25 കാണിക്കുന്നത് സെറ്റ്. അങ്ങനെ ഓൺലൈൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കിയോസ്കിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് ഗൈസ്. അപ്പോൾ ഇനി അകത്ത് കയറാം. എനിക്ക് ആക്ച്വലി ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ട്, അപ്പോൾ ചുമ്മാ ഒന്ന് ലോഞ്ചിൽ ചെന്നിരിക്കാം. ഇനി 2-3 hours ഉണ്ട്. എയർ കാനഡ പൊളിയാണ് ഗൈസ്. ഇവിടെ 2 ഫ്രീ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എയർ കാനഡ. ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നു, ഫ്രീ ട്രീറ്റ്. പിന്നെ നമ്മൾ നേരെ ജില്ലെന്ന് ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ അങ്ങനെ സെക്യൂരിറ്റി നമുക്ക് ക്ലിയർ ചെയ്യാം ഗൈസ്. കമ്പയർ ടു വാൻകൂവർ എയർപോർട്ട്, ടൊറോണ്ടോ പിയേഴ്സൺ എയർപോർട്ട് ഭയങ്കര വലുതാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഇത് ഒരുപാട് ഫ്ലൈറ്റ്സ് വരുന്നൊരു എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര റഷാണ് ഇവിടെ. അപ്പോൾ ഇനി സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ലോഞ്ചിലോട്ട് കയറുകയാണ്. ലോഞ്ച് ആക്സസ് ആക്ച്വലി എനിക്ക് ഫ്രീ എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ ബെനിഫിറ്റ്സിലൊന്നും അല്ല. ചില ക്രെഡിറ്റ് കാർഡ്സിന് ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡ്സ് എടുത്ത് വെച്ചേക്കുക. അങ്ങനെയുള്ള കാർഡ്സ് അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നവർക്ക് അത് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെ ഇപ്പോൾ തന്നെ എനിക്ക് 2 ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൽ സ്റ്റക്ക് ആകുന്നുണ്ട്. ലോഞ്ചിൽ ഇരിക്കാവുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാശ് ചിലവില്ലാതെ നമുക്ക് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ അടിച്ച് അവിടെ ഇരിക്കാം. അപ്പോൾ ഇനി അവിടുത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ലോഞ്ചിൽ വന്നു. ആക്ച്വലി ഈ ഫ്ലൈറ്റ് മേക്ക് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ബിക്കോസ് ഈ ഫ്ലൈറ്റും ഓവർ സോൾഡാണ്, -2 ഓടുന്നത്. പിന്നെ ചിലപ്പോൾ ഇൻ കേസ് കണക്ഷൻ പാസഞ്ചേഴ്സ് ആരും മേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്തത് കയറാം. അങ്ങനെ നിൽക്കുന്നത് എങ്ങനെയായാലും ഇന്ന് പോകും. അപ്പോൾ എനിക്ക് ഇന്ന് പോയിട്ടുള്ള തിരക്കൊന്നുമില്ല, നാളെ എനിക്ക് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ലോഞ്ച് വന്ന് ചില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ ലോഞ്ച് വന്ന് ഫുഡൊക്കെ എടുത്ത് അതിന് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. 2-3 hours ഇങ്ങനെ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് എന്താണെന്നുള്ള അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റിൽ വെയിറ്റിംഗ്. നമ്മുടെ ഫ്ലൈറ്റ് ഇനി ടൈമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഇവിടുത്തെ ഫുഡ് സ്പ്രെഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ജ്യൂസ്, ഇവിടെ കുക്കീസ് ഉണ്ട് ഗൈസ്, ക്രസാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബ്രെഡ്. പിന്നെ ഇവിടെ ലിക്കറിനുള്ള ഓപ്ഷൻസും ഉണ്ട് ഗൈസ്. ഈ പാക്കേജിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചില ലിക്കേഴ്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇച്ചിരി കൂടിയ ലൈക്ക് ഡ്രിങ്ക് ഒക്കെ വേണമെങ്കിൽ അതിന് നമ്മൾ പേ ചെയ്യണം. ബട്ട് സ്റ്റിൽ അത് അഫോർഡബിളാണ്. ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ നല്ല. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ലൈക്ക് ഓപ്പൺ ആണ്, ബട്ട് സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ഓവർ ബുക്ക്ഡ് ആണ് ഫ്ലൈറ്റ്. പക്ഷേ 5 മണി കഴിഞ്ഞൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ 1 മണിക്കത്തെ ഫ്ലൈറ്റ് മേക്ക് ചെയ്തിട്ട് 5 മണി കഴിഞ്ഞ് പോകും. ഇവിടുത്തെ വാഷ്റൂമാണ് ഗൈസ് ലോഞ്ചിൻ്റെ. ഇത് ആക്ച്വലി വലിയൊരു ലോഞ്ചൊന്നുമല്ല. ഇത് ആക്ച്വലി ഫ്രീ ആക്സസ് കിട്ടുന്ന ലോഞ്ച്. ഇത് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനുള്ളതല്ല. ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നവർക്ക് മാത്രമായിട്ടുള്ള ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് ഗൈസ്. എത്ര നേരം ഒന്നും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വയറും ഫുള്ളായി. പിന്നെ ഇവിടെ ഇരിക്കുന്നതിനകത്ത് കാര്യമില്ലല്ലോ ഗൈസ്.
ഇത് നമ്മൾ നേരെ നടക്കുവാണ്. നോക്കാം ഈ 1 o'clock ഫ്ലൈറ്റ് മേക്ക് ചെയ്യുമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യും ഗൈസ്. പിന്നെ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ പൈസ കൊടുത്തല്ലല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റും. ഗൈസ് വെളിയിൽ അത്യാവശ്യം നല്ല വെതറാണ്, സണ്ണാണ്. പക്ഷേ നമ്മളിങ്ങനെ കാണുന്നുണ്ട് വിചാരിക്കും നല്ല ചൂടായിരിക്കും. ഒന്നുമല്ല, സ്നോ കിടക്കുന്ന കണ്ടില്ലേ. സണ്ണുണ്ട്, ബട്ട് സ്റ്റിൽ നല്ല തണുപ്പാണ്. വെളിയിൽ -10 ടെമ്പറേച്ചർ. രാവിലെ ആക്ച്വലി വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഫ്രീസ് ആക്ച്വലി കൈയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ഗൈസ്. ഈ ഫ്ലൈറ്റ് മേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവർ കൺഫേം പാസഞ്ചേഴ്സിന് ആരെങ്കിലും വോളണ്ടറി ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ഈ ഫ്ലൈറ്റ് പോകാതെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകാമെങ്കിൽ $1,200 ട്രാവൽ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ബൈസിന് മേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. എന്നാൽ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അതുവരെ നമ്മളിങ്ങനെ എയർപോർട്ടിലെ വ്ളോഗ് മാത്രമായിരിക്കും ഗൈസ്. ഇന്ന് ടൊറൻറ്റോ എയർപോർട്ട് വ്ളോഗ് ചെയ്ത് നശിപ്പിക്കും. വേറെ തന്നെ വൈബ് ഗൈസ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ ഫ്ലൈറ്റും എനിക്ക് മിസ്സായി. അങ്ങനെ 1 o'clock ഫ്ലൈറ്റ് മിസ്സായി. ഇനി അവരെന്നെ 3 o'clock ഫ്ലൈറ്റിനെ റീറൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. എനിവേസ് പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ എയർപോർട്ട് ഫുള്ള് വ്ളോഗ് ചെയ്ത് നശിപ്പിക്കുകയാണ് ഗൈസ്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ ഗൈസ്. ഗൈസ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആക്ച്വലി കിഡ്സിനും ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കാർട്ടൂണൊക്കെ കണ്ട് ചില്ല് ചെയ്യാനുള്ളൊരു സ്ഥലം. പിന്നെ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിൻ്റെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റായിട്ട് നമുക്ക് പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട്. ഇത് ഡൊമസ്റ്റിക് സൈഡ്, വലിയ റഷൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാൻകൂവർ എയർപോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൊറൻറ്റോ ഇച്ചിരി കൂടുതലാണ് ഗൈസ്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ പിക്ചറും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഗൈസ് നമ്മുടെ ജോസേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും അവളെയും കൊണ്ടേ വരാവൂന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവളെ പൊക്കുവാന്ന് പറഞ്ഞു. അവളെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട ഗൈസ്. നമ്മുടെ നാടൻ വാറ്റായ മന്ദാകിനി, അതിപ്പോൾ കാനഡയിൽ വൻ വൈറലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മന്ദാകിനി തപ്പി ഓൾറെഡി ഞാൻ അകത്ത് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട്, സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് വെളിയിലിറങ്ങാനൊക്കത്തില്ല. പിന്നെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ അല്ലല്ലോ ഇത്, അതുകൊണ്ട് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഇല്ല. എന്നാലും എല്ലാ എയർപോർട്ടിലും ഒരു ലിക്കർ സ്റ്റോർ കാണുന്നതാണ്. അതിവിടെ ഇല്ല ഗൈസ്. അതുകൊണ്ട് അവളെ എനിക്ക് നഷ്ടപ്പെട്ടു. അവളെൻ്റെ കൈവിട്ട് പോയി ഗൈസ്. മന്ദാകിനി ഇല്ലാതെ ഇപ്രാവശ്യം എനിക്ക് പോകേണ്ടി വരും. പക്ഷേ ഇപ്പോഴും എൻ്റെ അടുത്ത ഫ്ലൈറ്റ് 3 o'clock അത് പോകാൻ പറ്റുമോ എന്നില്ല, ഉറപ്പൊന്നുമില്ല. നമുക്ക് നോക്കാം. ഏതായാലും ഗേറ്റിലോട്ട് ചെന്ന് നോക്കട്ടെ എന്തോ അടുത്ത പള്ളിയിൽ നിന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വല്ല ഓട്ടോവയോ അല്ലെങ്കിൽ എന്താ കാൽഗറിയോ എഡ്മണ്ടനോ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി അടിച്ച് പയ്യെ പോയാൽ മതി. എനിക്ക് 2 ദിവസം ഓഫാണ് ഗൈസ്. വ്ളോഗ് ഗൈസ് അങ്ങനെ ഏത് ഫ്ലൈറ്റിന് പോകാമെന്നൊരു ഉറപ്പുമില്ലാതെ ഇങ്ങനെ ഞാനിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. എന്നാലും ഫുൾ പോസിറ്റീവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റ്, ഡിഫറെൻറ്റ് എയർലൈൻസ് ഒക്കെ കാണാനുണ്ട്. അവിടെ അങ്ങ് കാണാമെന്ന് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ചെറുതായിട്ട് കാണും. ആ പോകുന്ന എത്തിഹാദിൻ്റെ 350, അതിപ്പോൾ റീസെൻ്റ്ലി എത്തിഹാദ് 777 ആയിരുന്നു ഇവിടുന്ന് അബുദാബിക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 350. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് എത്തിഹാദ് എടുത്ത് 350 ബിസിനസ് ക്ലാസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഫിംഗേഴ്സ് ക്രോസ്. നോക്കാം നമുക്കത് നടക്കുമെന്ന് ഗൈസ്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റും എനിക്ക് മിസ്സായി ഗൈസ്. മിസ്സായെന്നല്ല, ഓവർസോൾഡായി, നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മുഖത്ത് വിഷമം ഒന്നുമില്ല, എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്ന പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ വൈഫ് കൂടെ ഉണ്ട്. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് മുമ്പത്തെ ഫ്ലൈറ്റിന് പോകാമായിരുന്നു. മുമ്പത്തെ ഫ്ലൈറ്റിൽ ജംപ് സീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഗൈസ്. അത് നമുക്ക് കോക്പിറ്റിൽ പൈലറ്റിൻ്റെ കൂടെ ഇരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനി ID, എയർപോർട്ട് റേക്കൊക്കെ നമ്മുടെ കൈ വേണം. പിന്നെ അതിനകത്തിരിക്കാനുള്ള സർട്ടൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മുടെ ജോബിൻ്റെ ഭാഗമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവളെ എങ്ങനെയും കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനില്ല കേസ്. ഞാൻ പോയിട്ട് ഇവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ അതിനെക്കാട്ടി ചടങ്ങാവും. അതുകൊണ്ട് ഞാൻ പോയില്ല. ആ ജംപ് സീറ്റ് അപ്പോൾ എനിക്ക് താഴെയുള്ള ജൂനിയർ എംപ്ലോയി ആരായിരുന്നു അവരെ കയറ്റി. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വെയിറ്റിംഗ് ആണ് കേസ്. അടുത്ത ഫ്ലൈറ്റ് 4:40 ഡിപ്പാർച്ചറാണ്. അതും സ്റ്റാൻഡ് ബൈ തന്നെയാണ്. ഇതുപോലെ കൺഫേം ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ വെയിറ്റിംഗ്. നമുക്ക് നോക്കാം കേസ് എന്തായി തീരുമെന്ന്. ചിലപ്പോൾ ഇന്നൊരു ദിവസം മൊത്തം നമ്മളിവിടെ ഇരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ലക്കിലി എനിക്ക് നാളെ ഓഫാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2 days ബാക്കപ്പ് വെക്കും. ഇൻ കേസ് ഇങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ ആക്ച്വലി ഇതിപ്പോൾ നമ്മുടെ കാനഡയിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. വേറെ ഏതെങ്കിലും എയർപോർട്ടിലാണ് ഞാൻ നല്ല രീതിയിൽ പെട്ടേനെ. കാരണം അവിടെ ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഇന്ത്യ പോയി ഡൽഹി പോയി. അല്ല, ഡൽഹിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റേ ഉള്ളൂ റിട്ടേൺ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഈ 2 ദിവസം നമ്മളവിടെ സ്റ്റക്കാണ് നോ മാറ്റർ വാട്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ അതർ എയർലൈൻ ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അതർ എയർലൈൻ ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റ് മിസ്സാകുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ റീറൗട്ട് ചെയ്ത് തരത്തൊന്നുമില്ല. ഇത് നമുക്കറിയാം എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ആക്സസ് ഉണ്ട് എയർ കാനഡയുടെ. അപ്പോൾ എനിവേസ് ഇതും വെയിറ്റിംഗ് ആണ് കേസ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. എയർപോർട്ട് വ്ളോഗ് ഇനിയും ചെയ്ത് വെറുപ്പിക്കുന്നില്ല. ഇനി എന്തായി തീരുമെന്ന് നോക്കി അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഗൈസ് അങ്ങനെ അടുത്ത ഫ്ലൈറ്റും കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇതും ഫുള്ളാണ്. പക്ഷേ ഈ ഫ്ലൈറ്റിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ 100% ഉറപ്പൊന്നുമില്ല ഗൈസ്. കട്ട വെയിറ്റിംഗ്. ഇപ്പോൾ പോസ്റ്റാണ് ഗൈസ്. ഇനി അടുത്ത ഫ്ലൈറ്റിലൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങ് നമ്മൾ ഡൗൺ ആകും. പക്ഷേ ഡൗൺ ആകാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതാണ് നമ്മുടെ പോസിറ്റിവിറ്റി ഗൈസ്. അങ്ങനെ വീണ്ടും അതിവിദഗ്ധമായിട്ട് ഈ ഫ്ലൈറ്റ് ഞാൻ മേക്ക് ചെയ്തില്ല ഗൈസ്. പെട്ടി പ്രമാണമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങി ഗൈസ്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഇനിയും 5:55 അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലൈറ്റ് ഉണ്ട് ഏതായാലും. പക്ഷേ എങ്കിൽ ഒന്നും സീറ്റില്ല. അതിപ്പോൾ റോങ് ഡേറ്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്മസ്, പിന്നെ ഇതൊരു വീക്കെൻഡ് എല്ലാം കൂടി ഇടിച്ച് കയറി. പിന്നെ രാവിലെ ഇന്ന് 2 ഫ്ലൈറ്റ് ക്യാൻസലായി ഗൈസ്. അതാണ് ഏറ്റവും വലിയ വള്ളിയായത്. ഈ ഫ്ലൈറ്റ് ഒരു ഓൾമോസ്റ്റ് ഞാൻ മേക്ക് ചെയ്യാനായതായിരുന്നു. പക്ഷേങ്കിൽ നടന്നില്ല ഗൈസ്. ഓക്കെ, ഇനി അടുത്ത ഫ്ലൈറ്റ്. അങ്ങനെ 6 ഫ്ലൈറ്റായി ഗൈസ് ഇപ്പോൾ റീറൗട്ട് ചെയ്ത്. ചരിത്രം ഗൈസ്. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടി ഗൈസ്. കൺഫേംഡ് ബോർഡിംഗ് പാസ് കിട്ടി. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യപ്പെടലായിരുന്നു പെട്ടത്. ബട്ട് സ്റ്റാൻഡ് ബൈ ട്രാവൽ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്രിസ്മസ് ടൈം, വീക്കെൻഡ്സ്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പക്ഷേ ഇതിപ്പോൾ എനിക്കൊരു ചോയ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തത്. കാരണം നാളെയാണ് പിന്നെയും പോകാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ എനിക്കിന്ന് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. എനിവേസ്, whatever it is, നമ്മൾ ഫൈനലി മേക്ക് ചെയ്ത് കേസ്. ഈ ഒരു സ്റ്റാൻഡ് ബൈയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന നല്ല പേഷ്യൻസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഒക്കത്തുള്ളൂ. അല്ല ആദ്യത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആകെപ്പാടെ ഡെസ്പായി അവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ പെടും കേസ്. ഇന്നിപ്പോൾ എനിക്ക് ഏതാണ്ട് 8 ഫ്ലൈറ്റോളം എനിക്ക് റീറൗട്ട് ചെയ്തു. പക്ഷേ എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. ഈ ഫ്ലൈറ്റ് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഉറപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 11 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് 100% ഷുവറായിരുന്നു ഞാൻ. പക്ഷേ അത് എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ഈ ഫ്ലൈറ്റ് ഇവർ റീറൗട്ട് ചെയ്തത് അത് കിട്ടി കേസ്. ഞങ്ങൾ രണ്ടുപേരും 2 സീറ്റിലേക്ക് ഇരിക്കുന്നത്. അത് പ്രശ്നമല്ല, നമുക്ക് എങ്ങനെയും ഞങ്ങൾ ചെന്ന് കിട്ടിയാണ്. അപ്പോൾ ഇനി അങ്ങ് ചെല്ലട്ട് കേസ്. ഫ്ലൈറ്റിലൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ ഒപ്പം തോന്നുന്നില്ല. വാൻകൂവർ ചെന്ന് നമുക്ക് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം. ഫൈനലി ഗൈസ് ബോർഡഡ്. മിഡിൽ സീറ്റാണ്. ഇപ്പോൾ ഈ സീറ്റിൽ വേറെ ആരും വന്നില്ല. ഇത് എയർബസ് 220 ആണ് ഗൈസ്. ഒരു ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റാണ്. 10 യൂണിറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി വാൻകൂവർ ചെന്നിട്ട് ഗൈസ്. അങ്ങനെ ഫൈനലി ബാക്ക് ടു വാൻകൂവർ. ക്ഷീണമൊന്നുമില്ലായിരുന്നു ഗൈസ്. പക്ഷേ ഇത് ചെറിയൊരു എയർക്രാഫ്റ്റായിരുന്നു. എയർബസ് 220 എന്ന് പറയും. ഇത് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ബോയിങ് 787 വെച്ച് കമ്പയർ ചെയ്താൽ ഇച്ചിരി ലെഗ് സ്പേസ് ഒക്കെ തീരെ കുറവാണ്. 5 hours വലിയ വിഷമമാണ് കേസ് ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യാൻ. ബട്ട് സ്റ്റിൽ നമ്മൾ മേക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് വന്നു. നാളെ എനിക്ക് ഓഫ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അത്രയും നേരം എയർപോർട്ടിൽ നിന്നുകൊണ്ട് ഇച്ചിരി റിലാക്സ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ 2 ദിവസത്തെ ട്രാവലിങ്ങും എല്ലാം കൂടെ ആകെ വള്ളിയായതിനെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മളിങ്ങനെ തിരിച്ചെത്തി. എനിക്ക് ആക്ച്വലി കാൽഗറി പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ ജെയിലൻ ഗൈസ്, അവന്മാർ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഇനിയും കാൽഗറിക്ക് ഒന്നുകൂടെ പോകുന്നുണ്ട് ഗൈസ് അടുത്ത ആഴ്ച. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ് റോബിക്ക ടെക്കി. ഹാപ്പി ക്രിസ്മസ്.